ദേശീയ ദിനാഘോഷങ്ങൾക്കൊരുങ്ങിയിരിക്കുകയാണ് ഒമാൻ. നാളെ നടക്കുന്ന ഔദ്യോഗിക ആഘോഷങ്ങൾക്ക് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അധ്യക്ഷത വഹിക്കും. സൈനിക പരേഡുകളും വെടിക്കെട്ടുമടക്കമുള്ള പരിപാടികൾ രാജ്യമെങ്ങും ഒരുക്കിയിട്ടുണ്ട്. ദേശീയ ദിനത്തോടനുബന്ധിച്ച് 247 തടവുകാർക്ക് സുൽത്താൻ പൊതുമാപ്പ് നൽകി. മസ്കറ്റിലെ അൽഫത്ത് സ്ക്വയറിൽ നടക്കുന്ന ഗംഭീര സൈനിക പരേഡോടുകൂടിയാണ് ദേശീയ ദിനാഘോഷങ്ങൾക്ക് തുടക്കമാവുക. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിലാണ് ഔദ്യോഗിക ചടങ്ങുകൾ. വെള്ളിയാഴ്ച വൈകിട്ട് കുറം ബീച്ചിൽ വെച്ച് നടക്കുന്ന റോയൽ നേവി ഓഫ് ഒമാൻ ഫ്ലീറ്റിന്റെ മനോഹരമായ നാവികസേന റിവ്യൂവിനും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നേതൃത്വം നൽകും. ഈ വർഷത്തെ വിപുലമായ ദേശീയ ദിന പരിപാടികളുടെ ഭാഗമായാണ് ഇരു ചടങ്ങുകളും സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് മസ്കറ്റിലെ അൽഖൂദ് അണക്കെട്ട് പരിസരത്തും സലാലയിലെ ഇത്തീനിലും വെടിക്കെട്ടുണ്ടാകും. നവംബർ 23 രാത്രി 8 മണിക്ക് മുസണ്ടം ഖസബ് സ്പെഷ്യൽ ടാസ്ക് യൂണിറ്റിന് സമീപവും ദേശീയ ദിന ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വെടിക്കെട്ട് നടക്കും. ദേശീയ ദിനം പ്രമാണിച്ച് 247 തടവുകാർക്ക് സുൽത്താൻ പൊതുമാപ്പ് നൽകി. ഒമാനിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള തടവുകാർക്കാണ് മാപ്പ് നൽകിയത്. വിവിധ ബഹുമതികൾ അൽബർക്ക കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ കഴിഞ്ഞ ദിവസം സമ്മാനിച്ചിരുന്നു. സുൽത്താന്റെ സായുധ സേന, റോയൽ ഒമാൻ പോലീസ്, സൈനിക സുരക്ഷാ സേവനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ തുടങ്ങിയവർക്ക് മെഡലുകളും രാജകീയ ബഹുമതികളും സമ്മാനിച്ചു. ഒമാൻ പ്രഥമ വനിതയും സുൽത്താന്റെ പത്നിയുമായ അസ്സയ്യിദ അഹദ് ബിന്ത് അബ്ദുള്ള അൽ ബുസൈദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയും സുൽത്താൻ സമ്മാനിച്ചു. ഈ വർഷം മുതലാണ് ഒമാൻ ദേശീയ ദിനം നവംബർ 20 ആഘോഷിക്കാൻ തുടങ്ങിയത്. ഒമാൻ മുൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ജന്മദിനമായ നവംബർ 18 കഴിഞ്ഞ വർഷം വരെ ദേശീയ ദിനം. രാജ്യത്തെ സേവിക്കാനുള്ള ബഹുമതി അൽ ബുസൈദി കുടുംബത്തിന് ലഭിച്ച ദിവസമാണ് നവംബർ 20. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.